കഠിനമെൻ്റെ അയ്യപ്പ ജന ടി വിയുടെ ലൈവത്തോൺ തുടരുകയാണ്. ഈ മണിക്കൂറിൽ നമ്മോടൊപ്പം ചേരുന്നത് BJP വക്താവ് അഡ്വക്കേറ്റ് VP ശ്രീപത്മനാഭനാണ്. അഡ്വക്കേറ്റ് ശ്രീപത്മനാഭൻ, ഇപ്പോൾ നമ്മൾ ഈ ലൈവത്തോൺ തുടങ്ങിയിട്ട് ഏറെ മണിക്കൂറുകൾ പിന്നിട്ടിരിക്കുകയാണ്. ശബരിമലയിലും അതുപോലെ സന്നിധാനത്ത്, പമ്പയിൽ, എല്ലാമുള്ള എരുമേലിയിൽ, അങ്ങനെ ഇടത്താവളങ്ങളിലടക്കം വലിയ അപര്യാപ്തത, സൗകര്യങ്ങൾ ഒന്നും തന്നെ ഒരുക്കിയിട്ടില്ല. ഇനി വൃശ്ചികം പുലരാൻ 10 ദിവസം മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളത്. ഒരു മണ്ഡലകാലം കൂടി തുടങ്ങാൻ പോകുകയാണ്. ഈ കാഴ്ചകൾ നമ്മെ ഞെട്ടിപ്പിക്കുന്നതാണ്. എന്താണ് ശബരിമലയോട് ഇത്ര വലിയ അവഗണന ഈ സർക്കാരും ദേവസ്വം ബോർഡും കാണിക്കുന്നതിന് പിന്നിൽ? അല്ല, ഈ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം, ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എന്ന് പറയുന്ന കൊള്ള സംഘത്തെ സംബന്ധിച്ചിടത്തോളം, ശബരിമല അവർക്ക് പണം മോഷ്ടിക്കാൻ, അവർക്ക് പണം സമ്പാദിക്കാനുള്ള ഒരു ഉപാധി മാത്രമാണ്. ശബരിമലയിലെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ അവർക്ക് താല്പര്യമില്ല. കേരളത്തിൻ്റെയും അതുപോലെ തന്നെ രാജ്യത്തിൻ്റെ നാനാഭാഗത്തു നിന്നും ശബരിമലയിലേക്ക് വരുന്ന ഭക്തന്മാരുടെ യാത്രാ സൗകര്യം, താമസ സൗകര്യം, മറ്റ് സൗകര്യങ്ങൾ എന്നിവയെ പറ്റി യാതൊരു ചിന്തയുമില്ല. ഇപ്പൊ എനിക്കുണ്ടായ അനുഭവം പറയാം. 2023 ഡിസംബർ മാസത്തിലാണ് ഞാൻ ശബരിമലയിൽ ഈ മണ്ഡലത്തിൽ അവസാനമായി പോയത്. 24 ഞാൻ കന്നിമാസത്തിലാണ് പോയത്. അങ്ങനെ പോകാൻ കാരണം 2024 ഞങ്ങൾ എരുമേലിയിൽ ബ്ലോക്കിലാണ്. എരുമേലിയിൽ ഞങ്ങൾ ബ്ലോക്ക് ചെയ്തു ഞങ്ങളെ വാഹനം. അവിടെ നിന്ന് മണിക്കൂറുകൾ 4-5 മണിക്കൂർ എടുത്തു. എരുമേലിയിൽ നിന്നും പമ്പയിലേക്കുള്ള ദൂരം അറിയാലോ. 4-5 മണിക്കൂർ എടുത്തിട്ടാണ് ഞങ്ങൾ പമ്പയിലെത്തുന്നത്. ആ സമയത്താണ് ഞങ്ങൾ അറിയുന്നത് ഏറ്റുമാനൂരും വൈക്കത്തും ഒക്കെ വാഹനങ്ങൾ തടഞ്ഞു വെച്ചിരിക്കുകയാണ്, പോലീസ് അങ്ങോട്ട് വിടുന്നില്ല. ഞങ്ങൾ ഞായറാഴ്ച ദിവസം രാത്രി പോയത് കൊണ്ട് തിങ്കളാഴ്ച രാവിലെ വലിയ തിരക്കില്ലാത്തത് കൊണ്ട് രക്ഷപ്പെട്ടു. ഞങ്ങൾ മുന്നേ പോയവർ 2 ദിവസം ക്യൂ നിന്നു. ഞങ്ങൾക്ക് ശേഷം വന്നവർ 24 മണിക്കൂർ ക്യൂ നിന്നു. ഇങ്ങനെ ശബരിമലയിൽ ആകെ അവതാളത്തിലായിരുന്നു ആ വർഷം. ഇപ്പോൾ എന്താ സ്ഥിതി? റോഡുകൾ മുഴുവൻ, അതായത് ദേശീയപാത ഉൾപ്പെടെയുള്ള, ദേശീയപാതയ്ക്ക് സമാന്തരമായ സ്റ്റേറ്റ് ഹൈവേ ഉൾപ്പെടെയുള്ള പാതകൾ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണ്. ഇപ്പോൾ വടക്കൻ കേരളത്തിൽ നിന്നും ശബരിമലയിലേക്ക് വരുന്ന ആളുകൾ, അവർ കോഴിക്കോട് ജില്ലയിലും കണ്ണൂർ ജില്ലയിലും എത്തിയാൽ നരകയാതനയായിരിക്കും. അവർക്ക് ശബരിമലയിലേക്ക് എത്താനുള്ള ഈ മാർഗങ്ങളിൽ മുഴുവൻ റോഡ് പണി നടക്കുകയാണ്. ആ സർവീസ് റോഡുകൾ അവതാളത്തിലാണ്. ഇതൊന്നും സംസ്ഥാന സർക്കാരിന് ബാധകമല്ല. കാരണം എവിടെയെങ്കിലും നാഷണൽ ഹൈവേയുടെ പണി പൂർത്തിയായാൽ അവിടെ പോയി സെൽഫി എടുക്കാനാണ് മരുമകനും അമ്മായി അച്ഛനും താല്പര്യം. എന്നാൽ ആ യാത്ര സുഗമമാക്കാൻ, ആ റോഡുകൾ റിപ്പയർ ചെയ്യാൻ അവർക്ക് താല്പര്യമില്ല. എവിടെയെങ്കിലും നാഷണൽ ഹൈവേയിൽ കുഴപ്പമുണ്ടെങ്കിൽ അത് കേന്ദ്രത്തിന്റെ തലയിൽ വെക്കുകയും ചെയ്യും. എന്നാൽ ഹൈവേയുടെ പണി കഴിഞ്ഞാലോ അതിന് മുകളിൽ പോയി സെൽഫി എടുക്കുകയും ചെയ്യും അമ്മയച്ചനും മരുമകനും. ഇതാണ് ഇവരുടെ മനോഭാവം. ശബരിമലയിലേക്ക് പോകുന്ന പ്രധാന റോഡുകളിലൊന്നും വർക്ക് ഇപ്പോഴും പൂർത്തിയാക്കിയിട്ടില്ല. പല സ്ഥലത്തും മാലിന്യ കൂമ്പാരങ്ങളുണ്ട്. പല KSRTC ബസ് സ്റ്റാൻഡുകളും ഇരിക്കാൻ പോയിട്ട് നിൽക്കാൻ പോലും സൗകര്യമില്ല. ഇപ്പോ ചെങ്ങന്നൂർ ബസ് സ്റ്റാൻഡിന്റെ സ്ഥിതി നിങ്ങൾ കാണിച്ചിട്ടുണ്ട്. ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ കേന്ദ്ര സർക്കാർ വലിയ തോതിൽ വികസന പ്രവർത്തനം നടത്തുന്നുണ്ട്. പക്ഷെ ബസ് സ്റ്റാൻഡിന്റെ സ്ഥിതി എന്താണ്? മറ്റ് KSRTC ബസ് സ്റ്റാൻഡിന്റെ സ്ഥിതി എന്താണ്? പത്തനംതിട്ട KSRTC ബസ് സ്റ്റാൻഡിന്റെ സ്ഥിതി എന്താണ്? അപ്പൊ ഇങ്ങനെ യാത്രാ സൗകര്യങ്ങളുടെ കാര്യത്തിൽ വലിയ തോതിലുള്ള അവഗണന ഈ മേഖലയിൽ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ദുരിതം മുഴുവൻ ഈ സീസണിൽ അയ്യപ്പ ഭക്തന്മാർ അനുഭവിക്കാൻ പോവുകയാണ്. ഇനി അവിടെ എത്തിക്കഴിഞ്ഞാൽ 24 മണിക്കൂറും 48 മണിക്കൂറും ഒക്കെ ക്യൂ നിൽക്കേണ്ട സാഹചര്യമാണ് ഉണ്ടാകാൻ പോകുന്നത്. അതെ, ഈ കഴിഞ്ഞ തുലാമാസ പൂജയ്ക്കായി നട തുറന്നപ്പോൾ നമ്മൾ അത് കണ്ടതാണ്. ജനം TV മാത്രമാണ് ആ സമയത്ത് ഭക്തരുടെ പ്രയാസം വളരെ കൃത്യമായി അധികൃതരിലേക്ക് എത്തിക്കാൻ, പൊതു സമൂഹത്തിലേക്ക് എത്തിക്കാൻ ആകെ മുന്നിൽ നിന്നത് ജനം TV മാത്രമായിരുന്നു. അന്ന് ആ തുലാമാസ പൂജ നടക്കുന്ന സമയത്ത് കോരിച്ചൊരിയുന്ന മഴയത്ത് കുഞ്ഞ് അയ്യപ്പന്മാർ മുതൽ മാളികപ്പുറം വരെയുള്ളവർ
വളരെയധികം ബുദ്ധിമുട്ടുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടതാണ്. എത്രയോ മണിക്കൂറാണ് പെരുമഴയത്ത് അയ്യനെ ഒന്ന് കാണാൻ വേണ്ടി ആ ഭക്തസഹസ്രങ്ങൾ അവിടെ തടിച്ചുകൂടി നിന്നത്. വലിയ യാതന. ജനം TV അന്ന് തന്നെ പറഞ്ഞിരുന്നു, വൃശ്ചികമാസമാകുമ്പോൾ എന്തായിരിക്കും ഈ സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു മാറ്റവും അവിടെ ഉണ്ടായിട്ടില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. ശ്രീ പത്മനാഭൻ, എങ്ങനെ മാറ്റം ഉണ്ടാവും? ശരണം വിളിക്കാൻ അറിയാത്ത ദേവസ്വം ബോർഡ് പ്രസിഡന്റാ. ഒന്നുകിൽ നമ്മൾ ഇങ്ങനെ സ്വാമിയെ ശരണമയ്യപ്പ എന്ന് പറയും, അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ വിളിക്കും, മുഷ്ടി ചുരുട്ടി മുദ്രാവാക്യം വിളിക്കും പോലെ സ്വാമിയെ ശരണമയ്യപ്പ എന്ന് വിളിച്ച വിദ്വാനാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. അങ്ങനത്തെ ഒരു വിദ്വാൻ പ്രസിഡന്റായ ഒരു ദേവസ്വം ബോർഡിൽ നിന്നും ഭക്തജനങ്ങൾ എന്ത് പ്രതീക്ഷിക്കണം? ഭക്തജനങ്ങൾ ദുരിതം മാത്രം പ്രതീക്ഷിച്ചാൽ മതി. ആഗോള അയ്യപ്പ സംഗമത്തിന് കൊണ്ടുവരാൻ ഉദ്ദേശിച്ചത് സ്റ്റാലിനല്ലേ? ഹിന്ദു മതത്തെ അല്ലെ സനാതന ധർമ്മത്തെ ഡെങ്കു ആണ് മലേറിയ എന്ന് പറഞ്ഞ ആളെയല്ലേ കൊണ്ടുവരാൻ ഉദ്ദേശിച്ചത്? ഉദ്ദേശം വളരെ സ്പഷ്ടമാണ്. ഈ ക്ഷേത്രങ്ങളെ നശിപ്പിക്കുക, ഇവിടത്തെ സ്വത്തും മുതലും കക്കുക, ഇവിടത്തെ സ്വർണം മോഷ്ടിക്കുക. കൊള്ള സംഘങ്ങളാണ്. ഇപ്പോ നേരത്തെ ജി സുധാകരൻ സാറുടെ ഇന്റർവ്യൂ ഞാൻ കേട്ടു. അദ്ദേഹത്തിന്റെ കാലത്തിന് ശേഷം വന്ന ദേവസ്വം ബോർഡുകൾ രണ്ടും കൊള്ള സംഘങ്ങളാണ്. ഇപ്പൊ ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റായി അബ്കാരിയെ നിയമിച്ച സർക്കാരല്ലേ? ഇവരുടെ അടുത്ത് എന്ത് മര്യാദയാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? അപ്പൊ അതുകൊണ്ട് ഇത് വലിയ കുഴപ്പമായിരിക്കും. അതുകൊണ്ട് ഇത്തവണ ഭാരതീയ ജനതാ പാർട്ടി കേന്ദ്ര സർക്കാർ ഇടപെടണം എന്ന് അത് കേന്ദ്രത്തോട് ഒരു ഒപ്പുശേഖരണം നടത്തി ആവശ്യപ്പെടാൻ പോവുകയാണ്. ബഹുമാനപ്പെട്ട രാഷ്ട്രപതി ശബരിമലയിൽ വന്നിട്ടുണ്ട്. അവര് വന്നപ്പോൾ അവരെ കൂടെ മറ്റു ഉദ്യോഗസ്ഥന്മാരുണ്ട്. ശബരിമലയിലെ അവസ്ഥയൊക്കെ അവർ കണ്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ രാജ്യത്തിന്റെ പ്രഥമ പൗര തന്നെ ആ കാര്യങ്ങൾ നേരിട്ട് മനസ്സിലാക്കിയ ഒരു സാഹചര്യത്തിൽ അനുകൂലമായൊരു നടപടി കേന്ദ്ര സർക്കാരിൽ നിന്ന് ഉണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷെ ഫെഡറൽ സംവിധാനമാണ്, പല നിയമപരമായ പരിമിതികളുമുണ്ട്. എന്നാൽ ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് കൺകറന്റ് ലിസ്റ്റിൽ പെട്ടതാണ്. അത് സ്റ്റേറ്റ് ലിസ്റ്റിൽ മാത്രം പെട്ടതല്ല, കൺകറന്റ് ലിസ്റ്റിൽ പെട്ടതാണ്. അതുകൊണ്ട് ചില കാര്യങ്ങളൊക്കെ കേന്ദ്രത്തിന് ചെയ്യാനും സാധിക്കും, പ്രത്യേകിച്ച് സുരക്ഷയുടെ കാര്യത്തിൽ. അപ്പൊ അതുകൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് എന്തെങ്കിലും നടപടി ഉണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ജനം TVയുടെ ഇന്നത്തെ ലൈവ് തോണിൽ ഉണ്ടായ ഏറ്റവും വലിയൊരു പ്രഖ്യാപനവും അതുതന്നെയാണ്. ഇന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ അത് വളരെ കൃത്യമായി പറഞ്ഞു. പ്രധാനമന്ത്രിയുടെ ഇടപെടൽ ആവശ്യപ്പെട്ടുകൊണ്ട് വലിയ ക്യാമ്പയിൻ BJP ആരംഭിക്കുകയാണ്. ആ പ്രഖ്യാപനം തന്നെ നടത്തിയത് നമ്മുടെ ഈ ലൈവ് തോണിൽ പങ്കെടുത്തുകൊണ്ടായിരുന്നു BJP സംസ്ഥാന അധ്യക്ഷൻ. നോക്കൂ, ഇപ്പോഴത്തെ ഈ വികസനം ഒരു തരത്തിലും നടക്കുന്നില്ല. അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനമില്ല. ഒരു ബേസിക് സംവിധാനം പോലും ശബരിമലയിൽ ഒരുക്കിയിട്ടില്ല. ആ കാഴ്ചകളാണ് നമ്മൾ ഈ മണിക്കൂറുകളിലെല്ലാം പ്രേക്ഷകരെ അറിയിച്ചത്. അധികൃതരിലേക്കും ഇത് എത്തുന്നുണ്ടാകാം. പക്ഷേ നോക്കൂ, ഇപ്പോൾ കൊള്ളയടിയാണ് നടക്കുന്നത്. ഈ കൊള്ളക്കാരെ സംരക്ഷിക്കാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് തലപുകഞ്ഞാലോചിക്കുന്ന ഭരണകൂടമാണ് നമുക്കുള്ളത്. അതുകൊണ്ട് തന്നെ സ്വന്തം ആളുകളെ രക്ഷിക്കാൻ ഇപ്പോൾ പത്മകുമാർ, വാസു എന്ന് പറയുന്ന പിണറായിയുടെയൊക്കെ വളരെ അടുത്ത ആളുകൾ, CPM-ന്റെ വളരെ അടുത്ത ആളുകളൊക്കെ ഇങ്ങനെ പ്രതിപട്ടികയിൽ നിൽക്കുകയാണ്. വീണ്ടും അവരിലേക്കൊക്കെ അറസ്റ്റ് ഉണ്ടാകും എന്നുള്ള വലിയ ഭയം CPM-നെ കാർന്നു തിന്നുകയാണ്. അപ്പോൾ അവരുടെ മുഖം രക്ഷിക്കാനുള്ള ഈ നടപടികൾക്കിടയിൽ പാവം അയ്യപ്പനെ മറന്നുപോകുകയാണ്. അയ്യപ്പനെ തേടിയെത്തുന്ന പാവപ്പെട്ട ഭക്തജനങ്ങളെ അവരെ കൈയൊഴുകിയാണ് യഥാർത്ഥത്തിൽ സർക്കാർ ഇപ്പോൾ ചെയ്യുന്നത്. അല്ല, ഇവർക്ക് രണ്ട് കാര്യം അടിയന്തരമായി ചെയ്താൽ നന്നാവും. ഒന്ന്, പമ്പയിൽ നിന്നും ഈ എരുമേലിയിൽ നിന്നും പമ്പയിലേക്കും തിരിച്ചങ്ങോട്ടുമുള്ള ബസ് സർവീസ് നടത്താൻ, സൗജന്യമായി നടത്താൻ ഒരുപാട് സന്നദ്ധ സംഘടനകൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. അതായത് ഇപ്പോൾ KSRTC പൈസ വാങ്ങിച്ച് നടത്തുകയാണ്. അത് KSRTC നഷ്ടത്തിലോടുന്ന KSRTCയെ ലാഭത്തിലാക്കാനുള്ള ഒരു എളുപ്പപ്പണിയാണ് അയ്യപ്പ ഭക്തന്മാരെ പിഴിയുക എന്നുള്ളത്. അവിടെ സൗജന്യമായ ബസ് യാത്ര അല്ലെങ്കിൽ വാഹന സർവീസ് നടത്താൻ സന്നദ്ധ സംഘടനകൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. അവരെ അതിന് അനുവദിക്കണം. രണ്ട്, ശബരിമലയിലും പമ്പയിലും എരുമേലിയിലും ഒക്കെ ഭക്ഷണവും കഞ്ഞി അതുപോലെ തന്നെ പ്രാതൽ ഇതൊക്കെ വിതരണം ചെയ്യാൻ സന്നദ്ധ സംഘടനകൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. അവരെ അനുവദിക്കണം. അപ്പോൾ സൗജന്യമായി ഭക്തജനങ്ങൾക്ക് യാത്രാ സംവിധാനം ഏർപ്പെടുത്താനും സൗജന്യമായി ഭക്തജനങ്ങൾക്ക് ഭക്ഷണം നൽകാനും തയ്യാറായി മുന്നോട്ട് വന്ന സന്നദ്ധ സംഘടനകളെ, ഹിന്ദു സംഘടനകളെ അത് ചെയ്യാൻ അനുവദിക്കണം. അത് ഇവർക്ക് എന്താ നഷ്ടം? അതുകൊണ്ട് ഇപ്പൊ KSRTCയുടെ യാത്രയുടെ കാര്യത്തിൽ KSRTCക്ക് കുഴപ്പമുണ്ടാവും വിചാരിക്കുക. ഭക്ഷണം കൊടുക്കാൻ പറഞ്ഞാൽ ഇവർക്ക് എന്താ പ്രശ്നം? അപ്പൊ ഇത് ആർക്ക് വേണ്ടിയാ ചെയ്യുന്നത്? അവിടുത്തെ ഹോട്ടൽ കരാറെടുത്ത ആൾക്കാർക്ക് വേണ്ടിയല്ലേ? ഇത് ചെയ്യുന്നത്. അവിടത്തെ പല കരാറും കൊടുക്കുന്നത് ആർക്കറിയോ?
ഈ തീവ്രവാദ ബന്ധമുള്ള സംഘടനകളുമായി ബന്ധമുള്ള ആളുകൾക്കാണ് കൊടുക്കുന്നത്. പണ്ട് യുവമോർച്ച സമരം ചെയ്തിട്ടുണ്ട്. തീവ്രവാദ ബന്ധമുള്ള ആളുകൾക്ക് വരെ അവരുടെ കരാർ കൊടുത്ത ചരിത്രം അവിടെയുണ്ട്. അപ്പൊ അവിടെ എന്താ നടക്കുന്നത്? കൊള്ള സംഘങ്ങൾ, ശബരിമലയിലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കഴിഞ്ഞ കുറച്ചു കാലമായി കൊള്ള സംഘമായി അധപ്പതിച്ചിരിക്കുകയാണ്. അവരുടെ അറിവോട് സമ്മതത്തോടു കൂടി തട്ടിപ്പ് മുഴുവൻ നടക്കുന്നത്. അപ്പൊ അവര് ഈ രീതിയിൽ പ്രവർത്തിക്കുമ്പോൾ സർക്കാരിന് ഇതൊന്നും അറിയില്ലാത്ത പോലെ, സർക്കാർ മന്ത്രിക്ക് ഇതൊന്നും ബാധകമല്ലാത്ത പോലെ ഇവര് ഈ ഭക്തജനങ്ങളെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കാനുള്ള ഈ നടപടിയുമായി മുന്നോട്ട് പോവുകയാണ്. അടിയന്തരമായി ഈ കാര്യത്തിൽ ഒരു മാറ്റം വേണം. അവിടെ യാത്രാ സൗകര്യത്തിൽ സന്നദ്ധ സംഘടനകളെ ഇടപെടാൻ അനുവദിക്കണം. ഭക്ഷണ വിതരണത്തിൽ സന്നദ്ധ സംഘടനകളെ അവിടെ കാര്യങ്ങൾ ചെയ്യാൻ അനുവദിക്കണം. അന്ന് ഹൈന്ദവ സംഘടനകളെ പോലും ഈ സമയത്ത് അവിടെ നിന്ന് മാറ്റി നിർത്തിയതിലൊക്കെ വളരെ കൃത്യമായ അജണ്ടയുണ്ടായിരുന്നു എന്നല്ലേ ഇപ്പോൾ വളരെ കൃത്യമായി വ്യക്തമാകുന്നത്? അവിടേക്ക് ആള് വരാതിരിക്കണമെന്ന്, അവിടേക്ക് ആള് വരാതിരിക്കണം. പ്രളയം വന്നപ്പോഴും പിന്നെ കോവിഡ് വന്നപ്പോഴും അല്ലേ, ആ കാലത്തല്ല ഈ തട്ടിപ്പ് നടന്നത്. എപ്പോഴാണ് ഈ സ്വർണം പൊതിഞ്ഞോണ്ട് പോയത്? 2 പ്രളയ കാലഘട്ടം, കോവിഡ് കാലഘട്ടം. ശബരിമലയിൽ ആള് വരരുത് കുറച്ചു കാലം, എന്നാലല്ലേ ആ അയ്യപ്പ വിഗ്രഹം വരെ എടുത്തോണ്ട് പോകാൻ പറ്റുള്ളൂ. പറ്റിയാൽ അതും കൊണ്ടുപോയി എവിടെയെങ്കിലും കൊണ്ടുപോയി വിൽക്കും ഈ ദേവസ്വം ബോർഡും ഈ ഉദ്യോഗസ്ഥന്മാരും ചേർന്ന്. ആ ജാതി കള്ളന്മാരാണ് അവിടെ ഇരിക്കുന്നത്. അപ്പൊ അവർക്ക് ആള് വരാതിരിക്കണമെന്ന്, അവിടെ ശബരിമലയിലേക്ക് ആള് വരുന്നത് ഇപ്പോൾ ഓരോ നിമിഷവും അഴിഞ്ഞു വീഴുന്നത്. വളരെ കൃത്യമായി അവിടെ നടന്ന കൊള്ളയെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത്. അഡ്വക്കേറ്റ് വി പി ശ്രീപത്മനാഭൻ, വളരെയധികം നന്ദി ഈ ലൈവത്തോണിന്റെ ഭാഗമായി ഈ വിവരങ്ങൾ സംസാരിച്ചതിന് വളരെയധികം നന്ദി.